3-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുമെന്ന് ആശിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത്. അപ്പോൾ ദൈവാലയത്തിൽ എന്തൊക്കെ നടക്കണം? സ്തോത്രം. ദൈവപ്രസാദമെന്റെ മുൻപിൽ തിളങ്ങിടുന്നു. ദൈവപ്രസാദമെന്റെ മുൻപിൽ തിളങ്ങിടുന്നു. ചൊല്ലാവതല്ല വാക്കുകൾ പരമേശ, ചൊല്ലാവതല്ല വാക്കുകൾ പരമേശ. പാടും നിനക്ക് നിത്യവും പരമേശ, പാടും നിനക്ക് നിത്യവും പരമേശ, പാടും സ്നേഹക്കൊടി എനിക്കോ മീതെ വിരിച്ചു പ്രിയൻ. സ്നേഹക്കൊടി എനിക്കോ മീതെ വിരിച്ചു പ്രിയൻ. ഞാനും സുഖേനെ വാഴുവാൻ പരമേശ, ഞാനും സുഖേനെ വാഴുവാൻ പരമേശ. പാടും നിനക്ക് നിത്യവും പരമേശ, പാടും നിനക്ക് നിത്യവും. എന്നുള്ളമാകും മക ദൈവാലയത്തിൽ നിന്നും, എന്നുള്ളമാകും മക ദൈവാലയത്തിൽ നിന്ന് പൊങ്ങും നിനക്ക് വന്ദനം പരമേശ, പൊങ്ങും നിനക്ക് വന്ദനം പരമേശ. പാടും നിനക്ക് നിത്യവും പരമേശ, പാടും നിനക്ക്. കേടാകറ്റും നമ്മ നീടാർന്ന നായക, കേടാകറ്റും നമ്മ നീടാർന്ന നായക. പാടും നിനക്ക് നിത്യവും പരമേശ, പാടും നിനക്ക് നിത്യവും പരമേശ, പാടും നിനക്ക് നിത്യവും പരമേശ, പാടും നിനക്ക് നിത്യവും പരമേശ, പാടും നിനക്ക് നിത്യവും. തിമത്തിയോസിന് 2 ലേഖനം പൗലോസ് എഴുതി. 1-2 ലേഖനം. 2 ലേഖനത്തിലെയും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പ്രതിപാദ്യ വിഷയം ദൈവസഭയുടെ ക്രമീകരണങ്ങളാണ്. ഇവിടുത്തെ ശുശ്രൂഷകന്മാര്, നടപടിക്രമങ്ങള്, ഈ വിഷയങ്ങളാണ് ഈ ലേഖനത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഇവിടെ 3-ാം അധ്യായത്തിന്റെ 14-15 വാക്യശകലമാണ് നമ്മൾ ചിന്തയ്ക്ക് എടുത്തത്. എല്ലാ ഭാഗവും എടുക്കുന്നില്ല. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുവാൻ ആശിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത്. സ്തോത്രം. ഞാൻ എപ്പോഴും പറയും, എല്ലായിടങ്ങളിലും പറയും, നിങ്ങൾക്കും പലർക്കറിയാം, ഈ വേദപുസ്തകം പഠിച്ചാൽ ധാരാളം സഭയെ പറ്റി അല്ലെങ്കിൽ ആലയത്തെ പറ്റി ഈ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, ഒന്നാമത്തെ ഒരാലയം സമാഗമന കൂടാരമാണ്. അത് മോശ മുഖാന്തരം മരുഭൂമിയിൽ തീർത്ത ദൈവത്തിന്റെ സമാഗമന കൂടാരമാകുന്ന ദൈവാലയം. നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം പണിയണം. അതുകൊണ്ടാണ് നമ്മൾ വട്ടമൊക്കെ ഇട്ടിരുന്ന് ഈ പ്രാർത്ഥിക്കുന്ന കർത്താവ് നമ്മുടെ നടുവില. ചിലരോട് നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ നേരെ കിഴക്കോട്ടങ്ങ് തിരിയുക. ശ്രദ്ധിച്ചിട്ടില്ലേ?
കിഴക്കോട്ട് നോക്കിയാലൊന്നും കാര്യം നടക്കുകയില്ല. കിഴക്ക് സൂര്യാരാധനയാണ് ആ പുസ്തകം പഠിപ്പിക്കുന്നത്. ദൈവം നമ്മുടെ നടുവിലാണ്. ഞാൻ അവരുടെ നടുവിൽ വസിക്കുക. അവരെനിക്കൊരു വിശുദ്ധ മന്ദിരം പണിയാണ്. കർത്താവ് നമ്മുടെ നടുവിലാണ് വസിക്കുന്നത്. ഇന്ന് പകലും ആ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. കർത്താവ് തന്നെ തിരുവായി മൊഴിഞ്ഞാച്ചാ പറഞ്ഞത്, ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ. കർത്താവ് ഒരിക്കൽ പറഞ്ഞല്ലോ, 2 3 പേർ എൻ്റെ നാമത്തിൽ, ഉറക്കെ പറ, കിഴക്ക് വരുമെന്നാണോ? അതിലെ മൂടി കെട്ടിയിരിക്കുന്നതുകൊണ്ട് പറയാന്നോ പറയാതിരിക്കാന്നോ ഒന്നും പിടികിട്ടുന്നുമില്ല. 2 3 പേർ നാമത്തിൽ കൂടിയാ ഞാൻ അവരുടെ നടുവില. യേശു നടുക്ക് വരുന്നവനാ. കിഴക്കോട്ടുള്ള ആരാധന സൂര്യാരാധനയാന്ന 8-ാം അധ്യായത്തിൻ്റെ 16 ഏകസ്കേലിൽ. പിന്നീട് നിങ്ങൾക്കറിയാം, അവർ കിഴക്കോട്ട് നോക്കി ദൈവത്തെ വിളിച്ചെന്നല്ല, സൂര്യനെ നമസ്കരിച്ചെന്ന്. നമ്മുടെ സൂര്യാരാധനയല്ല, ഇത് ദൈവാരാധനയാണ്. അപ്പൊ കർത്താവ് നമ്മുടെ നടുവില. അത് പുറപ്പാട് പുസ്തകം ഏതാണ്ട് 25-ാം അധ്യായം മുതൽ 40-ാം അധ്യായം വരെ ഇതിന്റെ പണികളും അതിന്റെ ക്രമങ്ങളുമെല്ലാം പർവ്വതത്തിൽ ദൈവം മോശയ്ക്ക് മാതൃക കാണിച്ചു. ആ മാതൃക പ്രകാരം പടുത്തുയർത്തിയ 1-ാമത്തെ ആലയമാകുന്ന സമാഗമന കൂടാരമാകുന്ന ദൈവാലയം. 2-ാമത്തെ ആലയം ശലോമോൻ പണിത ആലയമാണ്. അപ്പനാകുന്ന ദാവീദ് ആലയം പണിയുവാൻ അത്യാർത്തി പൂണ്ട് കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി വെച്ചു. വാക്യങ്ങളൊക്കെ ധാരാളം എടുത്താ പറയേണ്ടത്. അതിന് ഇപ്പൊ കോവിഡിന്റെ കാലമായതുകൊണ്ട് അതിനൊന്നും സമയമില്ല. ഇപ്പൊ തന്നെ ഇങ്ങനെ ഇത്ര ഒത്തല്ലോ എന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അപ്പോൾ അപ്പനാകുന്ന ദാവീദ് ആലയം പണിയുവാൻ അത്യാർത്തി പൂണ്ടതിന്റെ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി. പക്ഷെ തമ്പുരാൻ ദാവീദിനോട് പറഞ്ഞു, നീ ഇപ്പൊ പണിയണ്ട. എന്റെ കാരണം നിന്റെ കൈ അത്ര ശരിയല്ല, നിന്റെ കയ്യിൽ അകൃത്യമുണ്ട്. നീ ഊരിയാവിനെ വകവരുത്തിയവന. തന്നെയല്ല, നീ ആ നിരപരാധിയെ കൊന്ന് അവന്റെ ഭാര്യയെ അപകരിച്ചവന. അതുകൊണ്ട് ദൈവം നീതിയുള്ള ദൈവമാണ്. അപ്പം അതുകൊണ്ട് പറഞ്ഞു, നീ പണിയണ്ടാന്ന് പറഞ്ഞു. പുള്ളിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഒരു ആലയമൊക്കെ പണിതാൽ കൊള്ളാം. പുള്ളി ഒരിക്കലൊരു തീരുമാനമെടുത്ത്, ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിക്കുന്നു. പിന്നെ അത്രയും കേട്ടാൽ മതി, അതിനേ ഉള്ളൂ. അപ്പൊ ദാവീദ് ആലയം പണിയുവാൻ അത്യാർത്തി പൂണ്ടു. പക്ഷേ ദൈവം വിലക്കി. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്ന നിന്റെ മകന് ശലോമോൻ എനിക്ക് വേണ്ടി ഒരു ആലയം പണിയും. അങ്ങനെ ശലോമോനെ കാര്യങ്ങളെല്ലാം അപ്പൻ ചാകുന്നതിന് മുന്നേ കാര്യമെല്ലാം മോനോട് പറഞ്ഞു കൊടുത്തു. ദാവീദ് മരിക്കുന്നതിന് മുമ്പ് മകനെ വിളിച്ചു പറഞ്ഞു, മോനെ നിനക്കറിയാൻ മേലാത്ത 1-2 കാര്യം പറയാം. അപ്പോൾ ഞാൻ പോകാൻ പോവുക പിതാക്കന്മാർ പോയ വഴി കൂടെ. ജീവിച്ചിരിക്കുമ്പം പിള്ളേരോട് കാര്യമെല്ലാം പറയാൻ ഒത്തില്ലെങ്കിലും ചാകുന്ന സമയത്തെങ്കിലും കാര്യം പറഞ്ഞേച്ചേ പോകാവൂ. ഇക്കിളിട്ടങ്ങ് പോകരുത്. പിന്നെ പിള്ളേർ കിടന്ന് പരക്കം പായും. കടക്കാരി ചിലപ്പോൾ പിള്ളേരോട് വന്ന് ചോദിക്കും, അതുങ്ങൾ ചിലപ്പോൾ പ്രാഗിയെന്നും വരും. ഇനി ആരെങ്കിലും തരാനുണ്ട് അതും പിള്ളേരോട് പറയണം, ഇന്നയാൾ നമുക്ക് തരാനുണ്ട്, ഇന്നയാൾക്ക് കൊടുക്കാനുണ്ട്. മനസ്സിലായോ? വസ്തുവിൻ്റെ ക്രമീകരണം വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ നേരത്തെ അതിൽ കുറ്റിയിട്ട് വെക്കുന്നതാ നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലേ, പിള്ളേർ മക്കൾ ചിലപ്പം യോജിച്ചാൽ ഈ പെണ്ണുങ്ങൾ ചിലപ്പോൾ യോജിക്കുകയില്ല. അതുങ്ങൾ കുരുക്കൊപ്പിച്ച് നാശം ഒപ്പിച്ച് വെക്കും. പിന്നെ ഞാൻ മാതാപിതാക്കളോട് പറയും, എഴുതുമ്പം കോള് കൊള്ളിച്ച് അത് വെണ്ടറിനോട് പറഞ്ഞാൽ മതി, കോള് കൊള്ളിക്കണം. എൻ്റെയും ചിന്നമ്മയുടെയും കാലശേഷം അങ്ങനെ വെക്കാവുള്ളൂ. ഒന്നിനെയും വിശ്വസിക്കാൻ മേലാത്ത കാലം. അതുകൊണ്ടാണ് ഞാൻ കുടുംബകലകം ഉണ്ടാക്കാൻ വന്നതല്ല. നിങ്ങളിപ്പോൾ എന്തൊക്കെയാ അതേമേ നല്ല അന്തരീക്ഷത്തിൽ പോയാൽ ഒരൊറ്റ പ്രസംഗമായി. ഇപ്പം കുടുംബകലകം മാറാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. എന്തായാലും ദാവീദ് മരിക്കുന്നതിന് മുമ്പ് തൻ്റെ മകൻ ശലോമോനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഗേരയുടെ മകൻ ശിമയി, അവനെ നീ അങ്ങ് ഒതുക്കിയേക്കണം. അവൻ പണ്ട് എന്നെ പ്രാഗിയതാ, അലച്ച് പ്രാഗിയതാ. ശൗൽ കുടുംബത്തെ നശിപ്പിച്ചവനെ രക്തപാതക നീജ പോ എന്ന് പറഞ്ഞ് എന്നെ പ്രാക്ക് തീരാഞ്ഞിട്ട് അരിചം വന്ന് വെച്ചവൻ കല്ലും പൂടിയെല്ലാം മാരി എന്നെ എറിഞ്ഞതാ. അന്ന് പിന്നെ ഞങ്ങൾ സെൻട്രൽ പാസ്റ്റൊക്കെ വന്ന് ഒരു കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങൾ പരിഹരിച്ചതാ. പക്ഷേ എനിക്ക് അവനോട് ചുരുക്കുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ എത്ര ഉപയോഗിച്ച് പ്രാർത്ഥിച്ചാലും ചുരുക്ക് മാറുകയില്ല. ചെല്ലു വരത്തില്ലേ, ഇപ്പം പ്രാർത്ഥന ആയതുകൊണ്ട് ഞാനൊന്നും മിണ്ടുന്നില്ല. ഇതൊന്ന് കഴിയട്ടെ. ഇപ്പം കോവിഡ് ആയതുകൊണ്ട് ഞാനൊന്നും മിണ്ടുകയില്ല. ഇപ്പം
ഇപ്പോൾ കോവിഡിൻ്റെ കാലമായതുകൊണ്ട് ഇത് മാറ്റാനും ഒക്കത്തില്ലൊന്നും അടുത്ത് ചെന്ന് പറയാനും ഒക്കുകയല്ല. ഇതൊക്കെ മാറ്റി അടുത്ത് ചെന്ന് പറയുന്നൊരു കാലമുണ്ട്. അന്ന് ഞാൻ എണ്ണി ചോദിക്കും. ഓട്ടോ ഇരിപ്പം കാണുമ്പോൾ എനിക്കറിയാം അതൊക്കെ പറയുമെന്ന്. അപ്പം എന്തായാലും ശലോമോനെ വിളിച്ച് അപ്പൻ ഈ കാര്യമെല്ലാം പറഞ്ഞു. ശിമയ്യെ വെറുതെ വിടരുത്. പിന്നെ എൻ്റെ പെങ്ങടെ മകനുണ്ട് ഒരുത്തൻ, അവനെ യോബാബ്, അവനെ വേറൊരുത്തനെ കൊന്നതാ, അവനെയും വിടരുത്. ഗേരയുടെ മകന് ഗേരയുടെ മകന് ശിമയെ വെറുതെ വിടരുത്, യോബാബിനെ വെറുതെ വിടരുത്. പക്ഷെ ബർസില്ലായിയുടെ മക്കളോട് ദയ ചെയ്യണം. കാരണം പിള്ളേരെനിക്ക് പണ്ട് ഭക്ഷണമൊക്കെ തന്നതാ. കർത്താവിൻ്റെ വേലയ്ക്ക് നീ കൊടുത്താൽ, ചെലവാക്കിയാൽ, ചെലവഴിച്ചാൽ അത് മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നിനക്കും തരും, നിന്റെ സന്തതിക്കും തരും, നിന്റെ സന്തതിയുടെ സന്താനങ്ങൾക്കും തരും. ദൈവം വിശ്വസ്തൻ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദാവീദ് അതെ ആലയം പണിയുവാൻ ആഗ്രഹിച്ചെങ്കിൽ ദൈവം തടഞ്ഞു. ശലോമോൻ പണി. അങ്ങനെ ശലോമോൻ ആലയം പണിയുവാനായിട്ട് അപ്പൻ്റെ സ്നേഹിതൻ ഹീരാമിനോട് തടി ചോദിച്ചു. ലെബനോൻ വനത്തിൽ നിന്ന് തടിയെടുക്കണം. അപ്പം ശലോമോൻ ചെന്ന് പറയുന്നൊരു പദമുണ്ട്. ഈ ഹീരാമിനോട് പറഞ്ഞു, എൻ്റെ അപ്പൻ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു ആലയം പണിയാനത് ഞാൻ പണിയാൻ പോവാ. അപ്പം അതുകൊണ്ട് നീ എനിക്ക് തടി തരണം ദൈവാലയത്തിന് വേണ്ടി, അവിടെ ലെബനോൻ വനത്തിൽ നിന്ന്. അപ്പം ലെബാനോനിൽ വലിയ വനമാണ്, ആ തടി എനിക്ക് വേണം. സരളമരങ്ങളും ഒലിവ് വൃക്ഷങ്ങളും ദേവദാരുമൊക്കെ ഇടതൂർന്നിങ്ങനെ നിൽക്കുക, നെടുപ്പമുള്ള തടി. അപ്പം അത് തരണം. അപ്പം ഹീരാൻ പറഞ്ഞു, ആവശ്യത്തിന് വെട്ടിയെടുത്തോളാൻ പറഞ്ഞു. നിൻ്റെ അപ്പനെ ഞാൻ സ്നേഹിതരാ, ഇഷ്ടം പോലെ എടുത്തു. അപ്പോൾ ശലോമോൻ പറഞ്ഞതേ, ഞങ്ങളുടെ ആൾക്കാർ മരം മുറിക്കാൻ അത്ര പോരാ, അവർക്ക് അത്ര വശമില്ല മരം മുറിക്കാൻ. ഞാൻ ചിലടത്ത് പറയും, എല്ലാവരും ഒന്നും സുവിശേഷ വേലയ്ക്ക് ഇറങ്ങരുത്, വിളി നിയോഗമുള്ളവരെ ഇറങ്ങാവൂ, അങ്ങനെയുള്ളവരെ ഇറങ്ങുകയും ചെയ്യണം. എല്ലാവരും ഒന്നും മരം മുറിച്ചാൽ മരം മുറിയത്തുമില്ല. കാരണം ഇവർക്ക് മരം മുറിക്കാൻ അറിയത്തില്ല. അതിന് തെളിവാന്നില്ല, പണ്ടൊരുത്തം വെട്ടിയപ്പോൾ കോടാലി ഊരി, ഇവർക്ക് വശമില്ല. കോടാലി പിന്നെ പുള്ളി കോടാലി ഊരി പോയുടനെ വെട്ടങ്ങ് നിർത്തി. നമ്മൾ പിന്നെയും വെട്ടുക കോടാലി കൈക്ക്. കോടാലി 85-ലെങ്ങാണ്ട് കല്ലടയാറ്റി പോയതാ. ഇപ്പോഴും നമ്മൾ വെട്ടുക. എന്നിട്ട് ദീർഘവർഷങ്ങളായിട്ട്. അപ്പം അവൻ കോടാലി ഊരിപ്പോയപ്പോൾ വെട്ട് നിർത്തിയപ്പോൾ യജമാനെ കോടാലി ഊരിപ്പോയി വായ്പ വാങ്ങിച്ചതാ. പുള്ളി പിന്നെ ഒരു ഇരുമ്പ് അങ്ങോട്ട് ഇട്ട് കോടാലി പൊങ്ങി വന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പം ഞങ്ങളുടെ ആൾക്കാർ മരം മുറിക്കാൻ അത്ര പോരാ, സമർത്ഥരല്ല. സീദോൻ്റെ ഒരു മരം മുറിക്കാൻ സമർത്ഥരാ. അതുകൊണ്ട് അവരെ ലെബനോൻ വനത്തിലോട്ട് കയറ്റി വിട്ട് മരമെല്ലാം കൂടെ വെട്ടിക്കിടക്കണം. അങ്ങനെ സീദോന്യരെ മരം മുറിക്കാനായിട്ട് വിട്ടു. അങ്ങനെ അവര് ലെബനോൻ വനത്തിൽ ഈ വന്യജീവികളുള്ള ഭാഗമാണ്. അവിടെ കയറി മരം മുറിക്കുന്നത് അല്പം ബുദ്ധിമുട്ടാണ്. ചില ദേശത്തൊക്കെ പ്രവർത്തിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ഹംസജീവികളുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ തെക്കേ ദേശത്തിൻ്റെ കാര്യത്തെപ്പറ്റി യെശയ്യാ പ്രവചനം 30:6 വായിക്കുന്നത്, പ്രശ്നവും പോരാട്ടമുള്ള സ്ഥലമാണ് തെക്കേ ദേശം. ഏതാണ്ട് കോട്ടയത്ത് നിന്ന് ഇങ്ങോട്ട് പിടിച്ചാൽ ഇതും തെക്കേ ദേശമാണ്. ഈ അങ്ങ് തൃശ്ശൂരുകാരൊക്കെ നമ്മളെ തെക്കരെന്നാണ് പറയുന്നത്, തെക്കര്. അപ്പോൾ തെക്കേ ദേശം അല്പം പ്രശ്നമുള്ള സ്ഥലമാണ്. എന്താ തെക്കേ ദേശത്തിൻ്റെ ഇച്ചിരി പ്രശ്നം? 30:6 വായിച്ച യെശയ്യാവ്. തെക്കേ ദേശത്തിലെ മൃഗങ്ങളെ കുറിച്ചുള്ള പ്രവാചകം, സിംഹി, കേസരി, അണലി, പറക്കുന്ന അഗ്നിസർപ്പം എന്നിവ വരുന്നതായി കഷ്ടവും ക്ലേശവുമുള്ള ദേശം. ഇതാണ് ഈ ദേശത്തിന്റെ വേറൊരു പ്രകൃതി. സിംഹി, കേസരി, അണലി, പറക്കുന്ന അഗ്നിസർപ്പം എന്നിവ വരുന്നതായി കഷ്ടവും ക്ലേശവുമുള്ള ദേശം. ആ ദേശത്ത് പ്രവർത്തിക്കുന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളൊരു വീട്ടിലോട്ട് ചെല്ലുമ്പോഴൊക്കെ ഇപ്പം പിന്നെ ആർക്കും കയറാനൊക്കത്തില്ല. കയറുന്ന കാലത്താണെങ്കിലും നമ്മൾ ചെല്ലുമ്പം അല്ലേ, ചുമ്മാ വേദപുസ്തകം പിടിച്ചോണ്ട് റോഡിൻ്റെ അവിടെ നിന്നാൽ മതി. ഉടനെ 2 പേര് വന്ന് മുണ്ട് മടക്കി കുത്തിവെച്ച് നമ്മളെ ഒരു നോട്ടവും. അങ്ങനത്തെ വല്ലാത്ത ദേശമുണ്ട്. കർത്താവിൻ്റെ മഹത്വം. ചില പറഞ്ഞത് ഇത് ഞങ്ങളുടെ ഏരിയ ആയാന്ന് എന്ന് പറഞ്ഞാൽ ഇവൻ്റെ വല്യപ്പനെല്ലാം പകത്ത് കൊടുത്തതായി സ്ഥലമല്ല, ഈ ഏരിയ ഞങ്ങളുടെയാണ്. അവനാകെ 3 സെൻറ്റ് ഒരു ചെറിയ കൂനാച്ചിയേ ഉള്ളു. എന്നാലും അവൻ്റെ കീർവാണം കേട്ടില്ലേ, ഇതെല്ലാം ഞങ്ങളുടെയാണ്. അപ്പം എന്തായാലും വല്ലാത്ത ദേശമായി തെക്കേ ദേശം. സിംഹി, കേസരി, അണലി, പറക്കുന്ന അഗ്നിസർപ്പം എന്നിവ വരുന്നതായി കഷ്ടവും ക്ലേശമുള്ള ദേശം. സിംഹിയും കേസരിയും, അതാണും പെണ്ണും. ഈ വേദപുസ്തകത്തിൽ 2 ടൈപ്പ് സിംഹമുണ്ട്. അത് ഒന്ന് അലറുന്ന സിംഹം എന്ന പോലെ പിശാചിന് നടുലായിട്ട് കൊടുത്തിരിക്കുക.
അലറുന്ന സിംഹം എന്ന പോലെ സാത്താനെ ഊന്നൽ കൊടുത്ത് പറഞ്ഞിരിക്കുന്ന. എന്നാൽ വേറൊരു സിംഹമുണ്ട്, നമുക്കറിയാം, യഹൂദാ ഗോത്രത്തിന്റെ സിംഹം. അത് നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവാണ്. ഇന്ന് പകലും യഹൂദാ ഗോത്രത്തിന്റെ സിംഹമാകുന്ന ക്രിസ്തു ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ സിംഹി കേസരി അണലി. പിന്നെ അതുകൊണ്ട് ഈ തെക്കേദേശം നമുക്ക് ആദ്യ ഭാഗമാണ് സാത്താന്യ പോരാട്ടമുള്ള സ്ഥലമാണ്, ശക്തമായ പോരാട്ടമുണ്ട്. ഞാൻ എല്ലായിടത്തും എപ്പോഴും പറയും, ഈ പിശാചിന് എല്ലാവരോടും ഒന്നും പോരാട്ടമില്ല, എല്ലാവരോടും ഒന്നും പിശാച് പൊരുതുകയില്ല. ഈ പിശാചിന് പോലും വേണ്ടാത്ത ആൾക്കാരുണ്ട്. പിശാചിന് പോലും ചിലതിനെ ആ നോട്ടം വരുമ്പം കാണുമ്പോൾ അറിയാം, പിശാചിന് പോലും നിന്നെ. അതിൻ്റെ കാരണം കൈയടിക്കുകയില്ല, പാടുകയില്ല, പ്രാർത്ഥിക്കുകയില്ല, സ്വോത്രം പറയുകയില്ല, ഒരു സ്വോത്ര കാഴ്ച ഇടുകയില്ല, ഒരു ട്രാക്ട് കൊടുക്കത്തില്ല, ഒരു വീട്ടിൽ കയറി സുവിശേഷം പറയത്തില്ല, സഭയെ വന്നാൽ കുത്തി ഇരുന്നുറങ്ങ. പിന്നെ പിശാചിന് പോലും നിന്നെ. എല്ലാവരോടും പിശാച് പൊരുതത്തില്ല. അതിന് വചനത്തിൽ നിന്നൊരു ചെറിയ തെളിവ് നിങ്ങൾക്കറിയാം, ഒരു ചെറിയ തെളിവ്. അപ്പനും അമ്മയും ശിംശോനും കൂടെ ഒരിക്കല് തിമ്നയ്ക്ക് പോകുക. തിമ്നയ്ക്ക് എന്തിനാ പോകുന്നത്? കൊച്ചു സഹോദരന്മാര് പറ, തിമ്നയ്ക്ക് എന്തിനാ ഇവര് പോകുന്നത്? ടൂർണമെന്റ് ഉണ്ടോ? അതിൽ ഓർഗൺ വായിക്കല്ലയോ? അപ്പനും അമ്മയും ശിംശോനും കൂടെ തിമ്നയ്ക്ക് എന്തിനാ പോയത്? ഉറക്കെ പറഞ്ഞു. അതൊക്കെ അറിയാം അല്ലേ? കറക്റ്റ് ഉത്തരവാ. അപ്പൊ അപ്പനും അമ്മയും ശിംശോനും കൂടെ തിമ്നയ്ക്ക് പോവുക പെണ്ണിനെ കാണാൻ. എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ പോകേണ്ടത്. തന്നെ ഒന്നും പോയി കണ്ടേക്കരുത്. ഇപ്പം തന്നെ പോയി കാണണ്ട, ഇങ്ങോട്ട് വന്ന് കാണിക്കല്ലയോ അല്ലേ? പണ്ടൊക്കെ അമ്മാച്ചന്മാരെ കൊണ്ടുപോകും, അല്ലെങ്കിൽ അതുപോലെ തത്തുല്യമായവരെ. എൻ്റെ അഭിപ്രായം ഇപ്പം അമ്മാച്ചനെയും കൊണ്ടുപോകാൻ മേലത്തെ കാലം. അമ്മാച്ചനാണെങ്കിലും പാര വെക്കും. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം പറയാം, അപ്പനെയും അമ്മയും കൊണ്ടുപോകുന്നതാണ് നല്ലത്. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അമ്മയുടെ അനിയത്തിയും അധികം കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അവരുടെ മോളെ കെട്ടിച്ചതിനേക്കാളും കുറച്ചുകൂടെ മെച്ചമുള്ളിടത്താണ് എവള് കയറി ഉടക്കും. പിന്നെ ഇതെല്ലാം ഒത്തിരി പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ദൈവം തമ്പുരാനെ വിചാരിച്ച് അപ്പനും അമ്മയും കൂടെ പോകുന്ന അങ്ങനെ പോരെ? അതാ നല്ലത്. അപ്പൊ ശിംശോനും അപ്പനും അമ്മയും കൂടെ തിമ്നയ്ക്ക് പോവുക, ശിംശോന് പെണ്ണ് കാണാൻ. അപ്പൊ അങ്ങനെ പോയി ഇവര് യാത്ര ചെയ്ത നിങ്ങൾക്ക് ഭാഗമൊക്കെ അറിയാം. തിമ്നക്കരികെ ഒരു മുന്തിരിത്തോട്ടത്തിന്റെ സമീപം എത്തിയപ്പോൾ ഒരു ബാലസിംഹം പറ, ഉറക്കെ പറ, നന്നായിട്ട് പറ, നന്നായിട്ട് പറ, നന്നായിട്ട് പറ. അവന്റെ നേരെ, ശിംശോന്റെ നേരെ നല്ല പ്രയോഗം കിട്ടാൻ വേണ്ടിയാ. ശിംശോൻ തന്നെ അവൻ തന്നെ ശിംശോൻ. എന്നാലും ഒരു ബാലസിംഹം അവന്റെ നേരെ, ആരുടെ? അദ്ദേഹം പറഞ്ഞതാ, ശിംശോന്റെ നേരെ. ഞാൻ ചോദിക്കട്ടെ, പറയട്ടെ, അപ്പനും അമ്മയും കൂടെയുണ്ട്, പക്ഷെ അവർക്ക് നേരെ സിംഹം വന്നില്ല. വന്നത് ശിംശോന്റെ നേരെയാ. അതിന്റെ കാരണം എന്താന്ന് ഒറ്റ വാക്കി പറയാം. മാനുഷികമായിട്ട് ചിന്തിച്ചാൽ ഈ ശിംശോൻ യൗവനക്കാരനാ, യൗവനമാ. രക്തത്തിന് തിളപ്പുള്ള, പ്രസരിപ്പുള്ള, ഉന്മേഷമുള്ള, ഉശിരുള്ള, ചടുലതയുള്ള നല്ല സമയമാണ്. രക്തത്തിളപ്പാ. ചില പിള്ളേരുടെ തിളപ്പ് കണ്ടില്ലേ? ഒരു ബുള്ളറ്റും ഒക്കെ കെട്ടി കാളക്കൊമ്പ് പോലെ അങ്ങോട്ട് വെച്ച് ഒരു കീറി പറഞ്ഞ പാൻസല്ലല്ലോ, എന്തുവാ, ബെർമഡായോ ജീൻസോ ഇട്ടേച്ച് മുടിയെല്ലാം ഒന്ന്. ഇപ്പം പിന്നെ റായൊക്കെ വെക്കുന്നുണ്ട് ആമ്പിള്ളേർ വരെ മുടിയെല്ലാം. ഇപ്പം പിന്നെ കോവിഡ് ആയതുകൊണ്ടല്ല, അങ്ങ് വളർത്തുകയും കൂടെ ചെയ്യുക. എന്നുവെച്ചാൽ അവന് ഒരു വരവുണ്ട് അവിടെ നിന്ന് അമുട്ട് പൊട്ടി വരുമ്പോൾ പൊട്ടോ ബസ് സ്റ്റോപ്പിൽ നിന്ന് വല്യപ്പൻ എടുക്കുന്നപ്പം ഒറ്റയടി അയാൾ പൊത്തുവന്ന് താഴെ. ഇപ്പോഴത്തെ മിക്ക ശിംശോനും. അപ്പൊ ഏതായാലും നമ്മുടെ ഈ പുസ്തകത്തിലെ ശിംശോൻ ഇവന് നേരെ സിംഹം ചാടി വരാൻ കാരണം ഇവൻ യൗവനക്കാരനാ. രക്തത്തിന് തിളപ്പുള്ള, ഉശിരുള്ള, ഉന്മേഷമുള്ള, പ്രസരിപ്പുള്ള, ചടുലതയുള്ള നല്ല സമയമാണ്. എൻ്റെ ഭാഷ പറഞ്ഞാൽ സിംഹം ചാടി ഒരു പിടിപിടിച്ച് കടിച്ചാൽ ചോര ചീറ്റും. കാരണം ബ്ലഡ് സർക്കുലേഷൻ നല്ല പവറാ. യൗവനമല്ലേ, അതാ അവൻ്റെ നേർക്ക് വന്നത് മാനുഷികമായി. അപ്പൻ്റെ അമ്മയുടെ നേർക്ക് വരാഞ്ഞ് അതിങ്ങൾക്ക് ബ്ലഡ് ഒന്നുമില്ല, ഇങ്ങനെ വണ്ണം വെച്ചിരിക്കുന്നതല്ലാതെ യാതൊരു ബ്ലഡും. ഇരിപ്പ് കണ്ടാൽ നമ്മളവർക്ക് ഒരു 4 ബക്കറ്റ് ബ്ലഡ് കാണുമായിരിക്കുമെന്ന്. ഡോക്ടറെ ചെന്ന് കണ്ടപ്പം ഡോക്ടർ കണ്ണുമല്ല ഇങ്ങനെ നോക്കി
ബാ എന്ന് ഓർക്കാൻ പറഞ്ഞടിച്ച് ഒന്നുകൂടെ ഇങ്ങനെ കണ്ണോട് നോക്കിച്ച് പറഞ്ഞ് രക്തം കുറവാണ്. ആ പോക്കും ഓട്ടോയിലുള്ള പോക്കും ഉണ്ടാകുമ്പോൾ നമ്മൾ ഓർത്ത് ഒരു 3-4 വീപ്പ രക്തം മേരിക്കുട്ടിക്ക് കാണുമെന്ന് ഡോക്ടർ പറഞ്ഞു, ഒട്ടുമില്ലെന്ന് പറഞ്ഞു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അപ്പൻ്റെ അമ്മയും നേർക്ക് വരാഞ്ഞത് ബ്ലഡ് സർക്കുലേഷൻ ഒന്നും അത്ര നല്ല പവറല്ല, പ്രായമല്ലേ. സിംഹം ചാടി ഒരു കടിച്ച് പിടിച്ച് കുടഞ്ഞാൽ പോലും ബ്ലഡ് വരികയല്ല. പിന്നെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ പനിക്കും. എന്നാൽ ശിംശോൻ അങ്ങനല്ല, യൗവനക്കാരനാ, ബ്ലഡ് നല്ല പവറാണ്. അതാ ഇവന്റെ നേർക്ക് ഈ ശിംശോന്റെ നേർക്ക് ഈ സിംഹം വന്നത്. ഇനി വേദപുസ്തകത്തിന്റെ പ്രമാണം പറയാം. ശിംശോന്റെ നേർക്ക് വരാൻ ഇവൻ യഹോവയ്ക്ക് നാസീവ്രതസ്ഥന. അമ്മയുടെ ഉദരം മുതലേ ശിംശോൻ വ്രതസ്ഥനാ. ഉദരത്തിൽ ഉരുവായപ്പോൾ ദൈവം പ്രമാണം കൊടുത്തതാ, മുന്തിരി കടിക്കരുത്, കാട് കുടിക്കരുത്, തൊലി തിന്നരുത്, കുരു തിന്നരുത്, പച്ച തിന്നരുത്, ഉണങ്ങിയത് തിന്നരുത്, അവൻ ശവത്തെ തൊട്ട് അശുദ്ധനാക്കരുത്, ജട കത്തിരിക്കരുത്. യഹോവയുടെ നാസീവ്രതം അവന്റെ ശിരസിലൊഴിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയര്, പെന്തിക്കോസിൽ ഒത്തിരി ആൾക്കാർ കാണും, പക്ഷെ വ്രതമുള്ളത് ചുരുക്കമാണ്. പെന്തിക്കോസിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, ധാരാളം ആൾക്കാരുണ്ട്. ചില പറയല്ലേ ആ സഭയിൽ ഉയ്യോ ഭയങ്കര ഗ്രോത്താ, നേരത്തെ ചെന്നില്ലെങ്കിൽ സീറ്റ് കിട്ടുകയില്ല. നല്ലത്, അഭിനന്ദിക്കുന്ന ആൾ വരട്ടെ വരുന്നിടത്ത്. പക്ഷേ ഇതിനകത്ത് വ്രതമുള്ള എത്ര എണ്ണമുണ്ട്, വേർപാട് പാലിക്കുന്ന എത്ര എണ്ണമുണ്ട്, പ്രമാണം കാക്കുന്ന എത്ര എണ്ണമുണ്ട്, പ്രതിഷ്ഠാ ജീവിതം ചെയ്യുന്ന എത്ര എണ്ണമുണ്ട്, വ്യവസ്ഥ പ്രകാരം നിൽക്കുന്ന എത്രയുണ്ട്. അതാ കർത്താവ് നോക്കുന്നത്. സ്തോത്രം. അപ്പൊ ശിംശോന്റെ നേരെ വരാൻ ഇവൻ യഹോവയ്ക്ക് നാസീവ്രതസ്ഥന. അങ്ങനെ സിംഹം ശിംശോന്റെ നേരെ ചാടി വന്നപ്പോൾ ഇവൻ ആത്മാവിൽ അങ്ങോട്ട് നിറഞ്ഞ് സിംഹം ചാടി ഇങ്ങോട്ട് വന്നപ്പോൾ അതിനെ കയറി ഒരു പിടി പിടിച്ച് കീറി, ആട്ടിൻകുട്ടിയെ പോലെ കീറി. സ്തോത്രം. ആട്ടിൻകുട്ടിയെ പോലെ കീറി, ആട്ടിൻകുട്ടിയെ പോലെ കീറി ഒരേറ് കൊടുത്തു. ഇതാരോടും ശിംശോൻ പറഞ്ഞില്ല. മഹത്വമെല്ലാം ദൈവത്തിന്, പുകഴ്ചയെല്ലാം ദൈവത്തിന്, സ്തുതിക്കും ആരാധനയ്ക്കും എല്ലാത്തിനും ആമേൻ മഹത്വത്തിനും എല്ലാം യോഗ്യൻ ദൈവം. സിംഹമാ ചാടി വന്നത്, പക്ഷെ ആത്മാവിൽ അങ്ങോട്ട് നിറഞ്ഞപ്പോൾ അവനത് സിംഹമായിട്ട് തോന്നിയില്ല, ഒരാട്ടിൻകുട്ടിയെ പോലെ തോന്നി. എന്നെ കേൾക്കുന്ന പ്രിയരെ, രൂക്ഷമായ പ്രശ്നമായിരിക്കും വരുന്നത്, പക്ഷെ നീ ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞാൽ നിനക്കല്ലത് വലുതായിട്ട് തോന്നത്തില്ല. എന്റെ ഭാഷ പറഞ്ഞാൽ കോവിഡ് ലോകം മുഴുവൻ ഭയവികുലരായിട്ട് മനുഷ്യൻ പരക്കം പായുക. നമ്മളും പ്രാർത്ഥിക്കുന്നുണ്ട്, വന്നവർക്ക് സൗഖ്യം കൊടുക്കട്ടെ, ഇനി ആർക്കും വരാതിരിക്കട്ടെ, രോഗവ്യാപനം നടക്കാതിരിക്കട്ടെ, ആരും മരിക്കാതിരിക്കട്ടെ, ദൈവം എല്ലാവരെയും വിടുവിക്കട്ടെ. അതാ ഞാൻ പ്രാർത്ഥിക്കുന്നത്, ദൈവത്തിന്റെ തിരുഹിതത്തിനായിട്ട് ഏൽപ്പിക്കുന്നു. പക്ഷെ ഒരു കാര്യം ദൈവകുഞ്ഞുങ്ങളോട് പറയുക, ഇതല്ല, ഇതിൽ വലുത് വന്നാലും ദൈവകുഞ്ഞുങ്ങൾ പതറരുത്, നീ ആത്മാവിൽ നിറഞ്ഞാൽ മതി. സിംഹമാ ചാടി വന്നത്, പക്ഷെ ആത്മാവിൽ അങ്ങോട്ട് നിറഞ്ഞപ്പോൾ അവനത് സിംഹമായിട്ട് തോന്നിയില്ല, ഒരാട്ടിൻകുട്ടിയെ പോലെ തോന്നി. കീറി അതിന് കിടഞ്ഞു. ഏത് പ്രശ്നം വരട്ടെ, കടഭാരമാണോ, ഞെരുക്കമാണോ, അവൻ വീട്ടിലെ പ്രശ്നമാണോ, ദേശത്ത് എതിരുകളാണോ, സാമ്പത്തിക ബുദ്ധിമുട്ടാണോ, രോഗപീഠകളാണോ, ഇനി കോവിഡ് ആകട്ടെ, എന്തുമാകട്ടെ, പതറരുത്. ആത്മാവിൽ നിറഞ്ഞ്, അന്യഭാഷ പറഞ്ഞ് ആത്മാവിൽ നിറഞ്ഞ് നീ ദൈവത്തെ ആരാധിച്ചു കഴിയുമ്പോൾ നിനക്കത് വലിയ വിഷയമായി തോന്നത്തില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, അവന്റെ അടിപ്പുണരുകളാൽ സൗഖ്യം വന്നിരിക്കുക. യേശുവിന്റെ നാമത്തിൽ ജയം. ഈ ആലയത്തിൽ വരുന്നവർക്ക് സൗഖ്യമുണ്ടാകട്ടെ, ഇവിടെ വരുന്നവർക്ക് വിടുതലുണ്ടാകട്ടെ, ഇവിടെ വരുന്നവരെ ദൈവം വിടുവിക്കട്ടെ. എല്ലാം മാറാരോഗം മാറിപ്പോകട്ടെ, ദേശത്തുമേലുള്ള രോഗവ്യാപനം മാറട്ടെ. ആശുപത്രികളിലും ഭവനങ്ങളിലുമൊക്കെ ഉള്ളവരെ ദൈവ സൗഖ്യമാക്കട്ടെ. വിദേശ രാജ്യത്ത് സുഖമില്ലാതിരിക്കുന്നവരെ ദൈവ സൗഖ്യമാക്കട്ടെ. ലോകം മുഴുവൻ യേശുവിന്റെ ശക്തി വെളിപ്പെടട്ടെ. സൗഖ്യമാക്കുന്ന യേശുവിന്റെ മഹിമ ലോകം മുഴുവൻ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമം ഉയരട്ടെ, യേശുവിന്റെ നാമം മഹിമപ്പെടട്ടെ, യേശു ക്രിസ്തുവിന്റെ നാമം ഉയരട്ടെ. എല്ലാ മുടങ്കാലം മുടങ്ങുന്ന, എല്ലാ നാവും ഏറ്റുപറയുന്ന, സകല വ്യാധികളെ പൊറുപ്പിക്കുന്ന, സകല രോഗത്തെ സൗഖ്യമാക്കുന്ന ആമേൻ അത്ഭുതത്തിന്റെ നാമം, അതിശയത്തിന്റെ നാമം ഇന്ന് പകലും വരും ദിവസങ്ങളിലും ഈ ആലയത്തിലും വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. അത് ഞാൻ ദീർഘമാക്കുന്നില്ല. അപ്പോൾ എല്ലാവരോടും പോരാട്ടമില്ല. തെക്കേദേശമൊക്കെ പോരാട്ടമുള്ള സ്ഥലമാണ്.
ഈ ദേശവും പോരാട്ടമുള്ള സ്ഥലമാണ്. അങ്ങനെയുള്ള ദേശത്തൊക്കെ മരം വെട്ടിയെടുക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം സീദോന്യരെ മരം വെട്ടാനായിട്ട് കയറ്റി വിട്ടു. അവർ കയറി മരം വെട്ടുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ചെന്നാൽ ഉടനെ മരത്തിൻ്റെ ചോട്ടിലോട്ട് കോടാലി വെക്കുകയല്ല. നല്ല മരം വെട്ടുകാരോട് ചോദിച്ചാൽ അവർ ആദ്യം ഒന്ന് നോക്കുമ്പം ചിലപ്പം വള്ളി പിടിച്ച് കിടക്കുന്ന മരം കാണും. ഇതിൽ കിടക്കുന്ന വള്ളി അങ്ങേ വള്ളിയിലോട്ട് കയറും. വേറെ ഇതിൻ്റെ വേറെ കമ്പ് കുരുങ്ങിക്കിടക്കും. പിന്നെ ചെറിയ ചെറിയ കുറ്റിച്ചെടികളും ചെറിയ മരങ്ങൾ ഇതിൻ്റെ ചോട്ടിൽ ചിലപ്പോൾ കാണും. അപ്പോൾ അത് ചെന്ന ഉടനെ ചോട് വെട്ടുകയല്ല. നല്ല മരം വെട്ടുകാരെ കണ്ടാൽ ആദ്യം ആവശ്യമില്ലാത്തതെല്ലാം കൈക്കോടാലിയുണ്ട്, അതുകൊണ്ട് കോതിയെല്ലാം കളഞ്ഞ് പിന്നെ ചാടി കയറിയച്ച് ഈ വള്ളിയെല്ലാം വള്ളി കളയണം. അതിൻ്റെ ഇലച്ചിലെല്ലാം ഇറക്കണം. ചെറിയ കമ്പെല്ലാം വെട്ടി താഴെ ഇറക്കി കോതി പിന്നെ ഇത് തായ്തടിയാക്കി നിർത്തി പിന്നെ പാത്തിയിട്ട് വിവരിക്കാൻ നേരമില്ല. പിന്നെ മട വെച്ച് അങ്ങനെ വെട്ടിക്കിടുന്നത് മേളിൽ കുരുക്കൊക്കെ ഇട്ട്. ഇത് ചിലർ വെട്ടാൻ പോയ ആദ്യം ചുവടങ്ങ് വെട്ടും. ശുശ്രൂഷയാണ്. ചെന്ന ഉടനെ ചുവടങ്ങ് വെട്ടി. എവിടെ അച്ഛൻ കൂടുന്നത്? ഞാൻ യാക്കോബായില, ഇനി അവിടെ പോരുത്, ഞങ്ങളുടെ കൂടെ വരണം. പിടിച്ചിവിടെ കൊണ്ടിരുത്തി. അമ്മമ്മ എവിടെ പോകുന്നത്? ഞാൻ ഓർത്തഡോക്സില്ല, ഇനി അവിടെ പോകണ്ട, ഞങ്ങളുടെ കൂടെ വരണം. സഹോദരൻ എവിടെ? ഞാൻ ഹിന്ദു ആയിരുന്നു, ഇനി അങ്ങോട്ട് പോകണ്ട, ഞങ്ങളുടെ കൂടെ വരണം. ചിലപ്പം ഇത് കേട്ട് പ്രാർത്ഥിച്ച് ചിലപ്പോൾ സൗഖ്യമൊക്കെ ആയിരിക്കും. വന്നു കഴിഞ്ഞാൽ ഇതുങ്ങൾ ശരിയാകുകയല്ല. കാരണം ഈ വള്ളി കയറി കിടക്കുക. കിടന്നിങ്ങനെ വള്ളിയൊന്നും കളഞ്ഞിട്ടില്ല. ചുവടിങ്ങോട്ട് വെട്ടിമാറ്റി ഇവിടെ നമ്മുടെ സഭയെ കൊണ്ടുവച്ചെന്നേ ഉള്ളൂ. വള്ളി കയറി കെട്ടിയ കാരണം 28 കെട്ടിനും ഈ വള്ളി അങ്ങോട്ട് പിടിക്കും. വരുമ്പോൾ ഇത് ചരടുമായിട്ട് അങ്ങോട്ട് പോകും. എന്നാലും പറഞ്ഞ് 16 അടി യന്ത്രമുണ്ട് അമ്മാമ്മ പറയണമെന്ന്. അതിനുണ്ടെങ്കിൽ വള്ളി ഇങ്ങനെ കിടന്ന് ആടുന്നതുകൊണ്ട് അങ്ങോട്ട് അതിന് പോയി. മനസ്സിലാകുന്നുണ്ടല്ലോ? അത് കഴിഞ്ഞപ്പോൾ ഓണക്കളി തുമ്പി തുള്ളാൻ അതിനും പോയി. അന്നേരം പറഞ്ഞ അയൽക്കൂട്ടത്തിൻ്റെ തിരുവാതിര കളി ഉണ്ടെന്ന്. കാരണം ഈ വള്ളി മുറിക്കാൻ കുഴപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. അപ്പം അതുകൊണ്ട് ഈ ആവശ്യമില്ലാത്ത വള്ളികളും ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ ആവശ്യമില്ലാത്ത ഇടപാടുകൾ അതെല്ലാം തീർത്ത് ക്രമപ്പെടുത്തി പിന്നെ അതിനെ മടവെച്ച് വെട്ടിയിട്ട് തോലുരിക്കണം. അടിച്ചാ ഉരിക്കേണ്ടത്. ആ കോടാലിയുടെ ആ മാടിനിങ്ങനെ തല്ലുന്ന കാണാം. ചില വേദനയൊക്കെ വരും. അതെന്തിനാന്ന് വെച്ചാൽ നിന്നെ ഉരിച്ച് പാകപ്പെടുത്തിയെടുക്കാൻ. പിന്നെ ചിലപ്പോൾ അടിക്കാനൊത്തില്ലെങ്കിൽ മേളിലത്തെ സ്ഥലത്തല്ലയോ വെട്ടിയിട്ടത്, അവിടെ നിന്ന് വലിച്ച് താഴോട്ട് നദിയിലോട്ട് കൊണ്ടുവരും. വലിച്ചു കൊണ്ടുവരുമ്പം ഇത് മുഴുവൻ ഉരിഞ്ഞു പൊക്കോളും. നന്നായിട്ട് ഈ കൃപ വന്നു കഴിയുമ്പം നല്ലതുപോലെ നിന്നെ വലിക്കും. ഉപദേശമെല്ലാം പറഞ്ഞ് വചനമെല്ലാം അങ്ങോട്ട് പറഞ്ഞ് നല്ലതുപോലെ വലിക്കും. അങ്ങനെ വലിച്ച് മേളിൽ നിന്ന് താഴെ നദിയുടെ അവിടെ കൊണ്ടുവരുമ്പോൾ നല്ല പരുവത്തിലാകും. പിന്നെ നദി വഴി ചങ്ങാടം കേട്ടിയ സൂബിൽ കൊണ്ട് കേട്ട് എന്ന് പറഞ്ഞാൽ സ്നാനപ്പെടണം. ആലയത്തിലെ ഉപകരണമാകണമെങ്കിൽ വെള്ളത്തിനകത്തൂടെ യാത്ര ചെയ്ത് വന്നെങ്കിൽ ഇതിൽ പരുവപ്പെടുത്തി കിടത്താനുള്ളൂ. സ്നാനമോ ജഡത്തിന്റെ അടുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കാം. ആട്ടെ, ഞാൻ അധികം വിവരിക്കുന്നില്ല. അങ്ങനെ ഈ നദിയുടെ ഇതൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് വലിച്ചു കയറ്റി കൊണ്ടുവന്ന് പണിത രണ്ടാമത്തെ ആലയമാണ് ശലോമോന്റെ ദൈവാലയം. നല്ല പ്രൗഢഗംഭീരമായ ആലയം. ശലോമോന്റെ ആലയവും നശിപ്പിക്കപ്പെട്ടു. പിന്നീട് സെരുബാബേല് ഒരാലയം പണിതു. അതൊന്നും ഞാൻ വിവരിക്കുന്നില്ല, നിങ്ങൾക്ക് ആ ഭാഗം അറിയാം. സെരുബാബേലിന്റെ ആലയം. നാലാമത്തെ ആലയം സെരുബാബേലിന്റെ ആലയത്തെ പിന്നെ ഹെരോദാവ് ഒന്ന് പുതുക്കി പണിതു. നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുവേശുവിന്റെ കാലത്ത് ഈ ആലയമാണ് ഹെരോദാവിന്റെ ആലയം. അതുകൊണ്ട് ആ ശിഷ്യന്മാർ പറഞ്ഞ കണ്ടോ എത്ര പ്രൗഢ ഗംഭീരമായിട്ട് പണിതുയർത്തിയിരിക്കുന്ന ആലയം. കർത്താവ് ഒരു പ്രവചനം എന്നവണ്ണം പറഞ്ഞു, കല്ലുമേ കല്ലില്ലാതെ ശേഷിക്കുന്നൊരു കാലം വരാൻ പോകുക. അത് AD വന്നപ്പോൾ അത് 70കളിൽ ആ സംഭവം നിറവേറി. അങ്ങനെ ആ ആലയം നശിച്ചു. ഇപ്പോൾ ഇവിടെ ഒരു ആലയമുണ്ട്. അതാണ് നമ്മൾ വായിച്ച കുർബാക്യത്തിലെ വാക്യം. ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയം. ഇപ്പോഴത്തെ ദൈവാലയമാണ് സഭയാകുന്ന ദൈവാലയം. ആ ദൈവാലയമാണ് ഇന്ന് പകൽ ഇവിടെ കൂടിയിരിക്കുന്നത്. കർത്താവിന് മഹത്വം. ഈ ദൈവാലയത്തിൽ അംഗമാകണമെങ്കിൽ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് അംഗമാകത്തില്ല. അച്ഛന്മാരോ മെത്രാന്മാരോ ചെമ്മാച്ചന്മാരോ കന്യാസ്ത്രീമാരോ വീട്ടിലുള്ളത് കൊണ്ട് ഈ സഭയുടെ അംഗമാകാൻ ഒക്കത്തില്ല. ഏതാ? ദൈവത്തിന്റെ സഭയുടെ. ഞങ്ങള് തോമാശ്ലീഹായുടെ കാലത്താ ഞങ്ങള് ഈ മാർഗത്തിൽ വന്നത് ഞങ്ങളുടെ പിതാക്കന്മാര് എന്ന് പറഞ്ഞത് കൊണ്ട് ഈ സഭയുടെ അംഗമാകത്തില്ല. പള്ളി പണിയാൻ ഞങ്ങൾ സ്ഥലം കൊടുത്തു, ഈ സഭയുടെ അംഗമാകുകയല്ല. പള്ളി ഞങ്ങളുടെ പുരകിടത്തിലായിരിക്കുന്നത് ഈ സഭയുടെ ദൈവസഭയുടെ അംഗമാകത്തില്ല.
ഞങ്ങള് പൈസ ഇഷ്ടം പോലെ കൊടുക്കാറുണ്ട്, ഉപദേശിമാർക്കും അച്ഛന്മാർക്കും പാസ്റ്റർമാർക്കും ഒക്കെ. നല്ല കാര്യം, സ്തോത്രം. സഭയുടെ അംഗമാകത്തില്ല. സഭയുടെ അംഗമാകാൻ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം ക്രിസ്തുയേശുവിന്റെ പരിശുദ്ധ നാമം. ഒന്നുകൂടെ പറയാൻ, കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാര അനുഷ്ഠാന ക്രിയകൾ കൊണ്ടോ മാമൂലുകൾ കൊണ്ടോ പാരമ്പര്യം കൊണ്ടോ ഒന്നും ഒരുവൻ രക്ഷിക്കപ്പെട്ട് സഭയുടെ അംഗമാകത്തില്ല. രക്ഷിക്കപ്പെടണമെങ്കിൽ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണം. അതാണ് അപ്പോസ്തലപ്രവൃത്തി നമുക്ക് മനഃപ്പാഠമായ വാക്യമാ. കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനംപ്രതി സഭയോട് ചേർത്തു. അതാണ് ദൈവസഭ, അതാണ് ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയം. ഞാൻ വാക്കിനെ ദീർഘമാക്കുന്നില്ല. ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചാൽ അങ്ങ് പ്രസംഗിച്ചു പോകും. കർത്താവിന് മഹത്വം. ഇപ്പം കാരണം ഒത്തിരി നാൾ കൂടിയിരുന്ന് പ്രസംഗിക്കുന്നതാണ്. അപ്പം അതിൻ്റെ എല്ലാം കിടക്കുക. പിന്നെ നിങ്ങൾ അവിടെ ഇരുന്ന് പറയും ഇങ്ങേർക്ക് ബോധമൊന്നുമില്ലെന്നാ തോന്നുന്നു. ഒന്നാമത് തന്നെ എന്നെ പറ്റി അങ്ങനെ പറയുന്നുണ്ട്, അയാൾക്ക് വിരവും പരിജ്ഞാനം ഒന്നുമില്ലെന്ന്. അപ്പം പിന്നെ വീണ്ടും എന്തിനാ പറയിപ്പിക്കുന്നത്? കർത്താവിൻ്റെ മഹത്വം. ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയം. ദൈവം അനുവദിച്ചാൽ നമുക്ക് പിന്നീട് ഒന്നിച്ചു കൂടാം. കർത്താവിൻ്റെ മഹത്വം. ഒന്ന്, ഈ ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയത്തിൽ എന്തൊക്കെ നടക്കണം? സ്തോത്രം. വാക്യങ്ങൾ എടുത്ത് പറയുന്നില്ല, ഇതിനിപ്പം മുതിരുന്നില്ല. ഒന്ന്, ആരാധന ഇതിനകത്ത് ഉയരണം. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് ആരാധന ഉയരണം. ആരാധന എന്ന് പറഞ്ഞാൽ ഈ അന്യഭാഷ മാത്രമല്ല, കൈയടിക്കുന്നതല്ല, ചാടുന്നതും ബഹളം ഉണ്ടാക്കുന്നത് മാത്രമല്ല, ഒറ്റ വാക്കിൽ വാക്യങ്ങളൊക്കെ എടുത്ത് ഉപദേശം തെളിയിക്കേണ്ട. ആരാധന എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ ഒരു ആരാധനയാണ്, യാഗമായി സമർപ്പിക്കണമെന്ന. അപ്പൊ ആ ആരാധനയിൽ അന്യഭാഷയുണ്ട്, അവൻ തുള്ളലുണ്ട്, കയ്യടിയുണ്ട്, സ്തുതിസ്തോത്രമുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുന്ന ആരാധന. ഈ ആലയത്തിൽ വരുന്ന അവൻ സകലരും ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കാര്യം ദൈവകുഞ്ഞുങ്ങളോട് പറയാം. ഈ പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം നമ്മുടെ ആരാധന ബ്ലോക്ക് ചെയ്യാൻ. അതെ, നമ്മൾ ഓർക്കത് സ്തോത്രം സാലറി കട്ട് ചെയ്യുന്നതാ പിശാചിന്റെ. അതൊന്നും വിഷയമല്ല. വണ്ടി ഇടയ്ക്കിടയ്ക്ക് നിന്ന് പോകുന്നു, അത് വർക്ക്ഷോപ്പിൽ കയറ്റണം, അല്ലെ വേറൊരു വണ്ടി മേടിക്കണം മാറ്റി വെച്ച്. സ്തോത്രം. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം ആരാധന ബ്ലോക്ക് ചെയ്യുന്നതാ. അതിന് വചനത്തിൽ നിന്നൊരു ചെറിയ തെളിവ്. എന്തായാലും കൃത്യം 1 മണിയാകുമ്പോൾ നിർത്താം, ഇനിയിപ്പോൾ അതേ ഒക്കുള്ളൂ. നിങ്ങൾക്ക് വചനം അറിയാം. ഇയ്യോബിന്റെ ഭവനത്തിൽ, അല്ല ഇയ്യോബിന്റെ ജീവിതത്തിൽ പിശാച് വന്ന് ഇയ്യോബിന്റെ നന്മകളെയെല്ലാം നശിപ്പിച്ചു. 1-ാം അധ്യായത്തിന്റെ 13 മുതലൊന്ന് വായിച്ച് എന്തൊക്കെയാ തകർത്തെന്ന്. ഒരു ദിവസം ഇയ്യോബിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ചേട്ടന്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ട് പെട്ടെന്ന് ഒരു ദൂതൻ അവന്റെ അടുക്ക വന്ന് കാളകളെ പൂട്ടുകയും പെൺകരുതുകൾ അരികെ മേഞ്ഞു കൊടുത്ത് പെട്ടെന്ന് ശബായർ വന്നവയെ പിടിച്ചുകൊണ്ടുപോയി വേലക്കാരെ വാളിന്റെ വായ്ത്തലയ്ക്ക് വെട്ടിക്കൊന്ന് വിവരം നിന്നെ അറിയിപ്പാൻ ഞാനൊരുത്തം മാത്രം അഴുതി പോന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേറൊരുത്തം വന്ന് അടുത്ത വാക്യം. ദൈവത്തിന്റെ തീ ആകാശത്തുനിന്ന് വീണ് കത്തി വേലക്കാരും മാലിക്കാരും എല്ലാം ഇരയായി തീർന്നു. വിവരം തന്നെ അറിയിപ്പാൻ ഞാനൊരുത്തം മാത്രം അഴുതി പോന്നു. ഇത് പറഞ്ഞപ്പോൾ വേറൊരുത്തം വന്നുവായിര്. പെട്ടെന്ന് കൽദയർ 3 കൂട്ടമായി വന്ന് ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ട് പോകുകയും വേലക്കാരെ വാളിന്റെ വായ്ത്തലയ്ക്ക് വെട്ടിക്കൊന്ന് വിവരം തന്നെ അറിയിപ്പാൻ ഞാനൊരുത്തം മാത്രം അഴുതി പോന്നു. ഇത് പറഞ്ഞപ്പോൾ വേറൊരുത്തം വന്നുവായിര്. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരുത്തൻ വന്നു. നിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ചേട്ടന്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തു. പെട്ടെന്ന് മരുഭൂമിയിൽ ഒരു കൊടുങ്കാറ്റ് വന്ന് പെരയുടെ മൂലക്കടിച്ച് പെര കൊച്ചുങ്ങളുടെ മേലെ വീണ് കുഞ്ഞുങ്ങളെല്ലാം ചത്ത. അപ്പൊ ശ്രദ്ധിച്ചേ, ഇങ്ങോട്ട് നോക്കാം. അധ്യായം മൊത്തം വായിക്കാന്നായിരുന്നു. അപ്പൊ ഇയ്യോബിന്റെ ജീവിതത്തിൽ പിശാച് ചെയ്തൊരു സംഭവം ദൈവത്തിന്റെ അനുമാനത്തോടാ. 7000 ആടും 3000 ഒട്ടകം, 500 കാള, പിന്നെ പെൺകഴുത എന്ന് പറഞ്ഞാൽ മൃഗസമ്പത്ത് മുഴുവൻ പിശാച് തകർത്തു. തലമുറകളെ കാറ്റടിപ്പിച്ച് പെരയുടെ മേലേക്ക് വീണ് കൊച്ചുങ്ങളും ചത്തു. നിങ്ങൾക്ക് ആൻസർ പറയുന്നതിന് ഒരു മടിയില്ല, കാരണം മനസ്സിലായി. ഈ പിശാച് വന്ന് ആദ്യം നശിപ്പിച്ചത് എന്തുവാ? നിങ്ങളാരും അവിടെ ഇല്ലായിരുന്നല്ലോ.
പിശാച് വന്ന് ഇയ്യോബിന്റെ വീട്ടിൽ ആദ്യം തകർത്തത് എന്താന്ന് ഇത് ചില താത്തേച്ച് പറയല്ലേ, എനിക്ക് ഇങ്ങനെ വെച്ചാൽ എനിക്കറിയത്തില്ല എന്നാന്ന്. അതെ അതെ അത് ശരിയാ, എന്നാലും ഒന്ന് സൂക്ഷിച്ചെന്ന് പറഞ്ഞെന്ന്. ഇനി സമയം പോകുന്നല്ലോ. പിശാച് വന്ന ആദ്യം നശിപ്പിച്ചത് ആടിനെയും കാളയൊക്കെ തകർത്തത്. അവൻ സൂത്രശാലിയല്ലേ. അവൻ വന്ന ആദ്യം നശിപ്പിച്ചത് ആടും കാളയൊക്കെ ഉണ്ടായിരുന്നു. അതിനെ അങ്ങ് തട്ടി തകർത്ത് മൊത്തം. എന്തിനാ? യാഗം കഴിക്കാതിരിക്കാൻ. വിരുന്ന് നാളുകൾ വട്ടം തികയുമ്പോൾ ഇയ്യോബിന്റെ പ്രകൃതിയാ, വിരുന്ന് നാള് വട്ടം തികയും. എത്ര പിള്ളേരുണ്ടായിരുന്നു ഇയ്യോബിന്? എത്ര ഉണ്ടായിരുന്നു വച്ചേ? അതിനും അറിയാൻ മേല. എത്ര ഉണ്ടായിരുന്നു മോനെ? അങ്ങോട്ട് നോക്കിയിരുന്ന ഞാൻ ചോദിക്കുകയല്ലെന്ന് ഓർത്താന്നോ? 4-5 പേരുണ്ടായിരുന്നു. ആട്ടെ, ഉള്ളതാട്ടെ. ഏതായാലും പുള്ളി എന്തിക്കാതെ ഓർഗൺ വായിക്കാൻ വരികയും ചെയ്തു. പക്ഷെ ആൻസർ എല്ലാം കറക്റ്റാണ് പറയുന്നത്. അഭിനന്ദിക്കുന്നു. ഇയ്യോബിന് 10 പിള്ളേരുണ്ടായിരുന്നു. അപ്പൊ ഈ വിരുന്ന് നാളുകൾ വട്ടം തികയുമ്പോൾ ചെല്ലു പറയുന്നത് ഈ പിള്ളേരുടെ എല്ലാം ബർത്ത്ഡേ വരുമ്പോൾ ഇയ്യോബ് മെഴുകുതിരി മേടിച്ച് മുടുത്തൊരു കേക്ക് മേടിച്ച് അതിന് പരുവത്തിനൊരു കത്തിയായിട്ട് പിള്ളേരെ എല്ലാം കൂടെ വട്ടം കൂട്ടി മേശപ്പുറത്ത് കേക്കും വെച്ച് മെഴുകുതിരിയും കത്തിച്ച് ഹാപ്പി ബർത്ത്ഡേ. അതൊന്നും അല്ല ചെയ്യുന്നത്. നമ്മളെന്താ ചെയ്യുന്ന? ബലൂണുമൊക്കെ വീർപ്പിച്ച് ഇപ്പൊ പിന്നെ ഊതുമ്പോ ഇങ്ങനെ ഈ സോപ്പ് പത പൊങ്ങും പോലെ അതെന്തുവാ? ഞാൻ പറഞ്ഞ ശരിയാകല. മൈക്ക് കൂടെ പറഞ്ഞ എന്നാന്ന് പറ. പതയൊക്കെ എനിക്കറിയാം പറയാൻ. വേറൊരു പേരുണ്ട് അതിന്. അതാ പതയെന്നൊക്കെ പറയാൻ എനിക്കറിയാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇയ്യോബ് കേക്ക് മുറിക്കുകയും മെഴുകുതിരി എത്തിക്കുകയും പ്രശ്നമുണ്ട് അങ്ങനെയുള്ളതല്ല. ബലൂൺ വീർപ്പിക്കാൻ തട്ടിക്കളിക്കുകയല്ല. പിള്ളേരുടെ എണ്ണത്തിനൊത്ത് യാഗം കഴിക്കുക. അത് എന്തോ യാഗമാണെന്ന് എഴുതിയിട്ടുണ്ട്. ഹോമയാഗം അങ്ങനെയല്ലേ എഴുതിയേക്കുന്ന? വായിച്ചേ 1:5 പെട്ടെന്ന്. എന്നാൽ വിരുന്ന് നാളുകൾ വട്ടം തികയുമ്പോൾ ഇയ്യോബ് പക്ഷേ എന്റെ പുത്രന്മാർ പാപം ചെയ്തു. പിള്ളേരെങ്ങാനും പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയി ഇരിക്കുമെന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിച്ച് നന്നാ രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്ക് എണ്ണത്തിനൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ഹോമയാഗം കഴിക്കും. കണ്ടോ, ഹോമയാഗത്തിന് അത്യാവശ്യമാ കാളയാടുമൊക്കെ ഹോമയാഗത്തിന്. അപ്പൊ ഇയ്യോബിന്റെ ഒരു പ്രകൃതി പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വരുമ്പോഴും നല്ല കാര്യം വന്നാലും പ്രതികൂലമായിട്ട് വന്നാലും യാഗം കഴിക്കുന്നവനാ. സ്തോത്രം. നീ നല്ല കാലത്തും ദൈവത്തെ സ്തുതിക്കണം, കഷ്ടകാലത്തും ദൈവത്തെ സ്തുതിക്കണം. ദാവീദ് പറഞ്ഞു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തുമെന്ന. രോഗം വരുമ്പോൾ അല്ല സ്തോത്രം പറയേണ്ടത്, രോഗമില്ലാത്തപ്പോൾ സ്തോത്രം പറയണം. പ്രശ്നം വരുമ്പോൾ അല്ല ദൈവത്തെ സ്തുതിക്കുന്നത്, പ്രശ്നമില്ലാത്തപ്പോഴും ദൈവത്തെ സ്തുതിക്കണം. പ്രതികൂലങ്ങൾ രൂക്ഷമാകുമ്പോഴല്ല ആരാധിക്കുന്നത്, പ്രതികൂലമില്ലാത്തപ്പോഴും ആരാധിക്കണം. ഹല്ലേലൂയ. ജനമേ, എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിപ്പീൻ, നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവിൻ. ദൈവം നമുക്ക് സങ്കാരമാകുന്നു. സാമാന്യ ജനം ഒരു ശ്വാസം, ശ്രേഷ്ഠജനം ഒരു ഭോഷ്ക. തുലാസിന് തട്ടിലവർ പൊങ്ങിപ്പോകും. ശ്വാസത്തേക്ക് ലഘുവാകുന്ന പീഡനത്തിൽ ആശ്രയിക്കരുത്, കവർച്ചയിൽ മയങ്ങിപ്പോകരുത്, സമ്പത്ത് വെച്ചാൽ മനസ്സ് വെക്കരുത്. ബലം ദൈവത്തിനുള്ളത്. ഹല്ലേലൂയ. ഏത് സന്ദർഭത്തിലും ദൈവത്തെ ആരാധിക്കണം. യോബ് അങ്ങനെയുള്ള ആളാ. അപ്പൊ ഈ പ്രതികൂലങ്ങൾ വരുന്ന ആരാധിക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും, ഹോമയാഗം കഴിക്കും. ആരാധനയും പ്രാർത്ഥനയും നടക്കുമ്പോൾ വിഷയത്തിന് വിടുതല. അത് പിശാചിനറിയാം. അപ്പൊ പിശാചിനറിയാം ഇനി രോഗമൊക്കെ വരും, മറ്റു പ്രശ്നം വരും. അപ്പൊ അങ്ങനെ പ്രശ്നം വരുമ്പോ ഇവൻ യാഗം കഴിച്ച് വിടുതലെടുക്കും. ആ യാഗം നടത്താതിരിക്കാൻ ആദ്യം ആടിനെയും കാളയും തകർത്തത്. മനസ്സിലായോ? ഒരൊറ്റ ആടിനെയും വെച്ചില്ല. എൻ്റെ ഭാഷ പറഞ്ഞാൽ വെട്ടുപാതം വന്ന കന്നാലി പോലുമില്ല. തുപ്പടെ അടിച്ചു മാറ്റി പിശാച്.
കാള മുഴുവൻ തകർത്തു, ആടിനെ മുഴുവൻ തകർത്തു. പിന്നെ കഴുത ഇനി ഉണ്ടായിട്ട് ഞാൻ കഴിക്കാൻ? ചിലത് ഓളി വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല, തൂങ്ങിച്ചത്ത പോലിരിക്കുന്നതാണ് അല്ലേ? അപ്പൊ ആടും കാളയും ഹോമയാഗത്തിനുള്ളതാ. സാത്താൻ സൂത്രശാലി ആയതുകൊണ്ട് സാത്താന് മനസ്സിലായി ഇവൻ പ്രതികൂലങ്ങൾ വരുമ്പോൾ യാഗം കഴിച്ച് വിടുതലെടുക്കും. അതുകൊണ്ട് യാഗം നടത്താതിരിക്കാനാ ആടിനെയും കാളെ ആദ്യം തകർത്തത്. പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നിന്റെ ആരാധന ആദ്യം ബ്ലോക്ക് ചെയ്യും പിശാച്. നിന്റെ ആരാധനയെ കയറിയാ ബന്ധിക്കുന്നത്. അതുകൊണ്ട് ഈ ആലയത്തിൽ ആരാധന ഉയരണം. ഭക്ഷണം ഉണ്ടായില്ലെങ്കിലും ആരാധന ഉയരണം. ഇതിനകത്ത് വരുന്നവർ ദൈവത്തെ ആരാധിക്കണം. കുടുംബാരാധന മുടങ്ങരുത്, പ്രാർത്ഥന മുടങ്ങരുത്, കൂട്ടായ്മ മുടങ്ങരുത്, ബൈബിൾ ക്ലാസ് മുടങ്ങരുത്, യാഗങ്ങൾ മുടങ്ങരുത്, സ്തോത്ര പ്രാർത്ഥന മുടങ്ങരുത്. ഈ ആലയത്തിൽ ആരാധന ഉയരട്ടെ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവര് കൈയടിക്കുന്നു, ആരാധിക്കുന്നു, നമ്മുടെ വിഷയമല്ല. അവൻ ദാവീദ് പാടി, ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും, ഞാൻ ഉള്ള കാലത്തോളം എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. അവൻ എന്റെ പ്രാണന മരണത്തിൽ നിന്നും കണ്ണിനെ കണ്ണീരിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും വിടുവിച്ചതിനാൽ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ. ഹല്ലേലൂയ. ഞാന് എന്റെ വാക്ക് അങ്ങ് നിർത്തുക. ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് ഒന്ന്, ദൈവാലയത്തിൽ ആരാധന നടക്കണം, സ്തോത്രം. രണ്ട്, ആലയത്തിൽ ഉപദേശം നന്നായിട്ട് പറയണം. ഇതിനകത്ത് വരുന്നവരോട് നന്നായിട്ട് ഉപദേശം പറയണം. വെളിയിൽ നമുക്ക് സുവിശേഷം പറയാം. യേശു ക്രിസ്തു ഏകദൈവം, യേശു ക്രിസ്തു നിത്യദൈവം, യേശു ക്രിസ്തു സത്യദൈവം, യേശു ക്രിസ്തു മാത്രം ദൈവം, യേശു ക്രിസ്തു ജീവനുള്ള ദൈവം, ക്രിസ്തുയേശുവിലൂടെ മാത്രം രക്ഷ. ആ സുവിശേഷം കേട്ട് അകത്ത് വരുന്നവർക്ക് പിന്നെ സുവിശേഷം വേണ്ട, അകത്ത് വരുന്നവർക്ക് ഉപദേശം കൊടുക്കണം. ദൈവാലയത്തിൽ നടക്കേണ്ടതാ. രണ്ട്, ഇതിനകത്ത് ഉപദേശം നന്നായിട്ട് പറയണം. ശുദ്ധവും അശുദ്ധവും മലിനവും നിർമ്മലവും വക തിരിച്ചു കൊടുക്കണം. ദൈവദാസൻ എന്നൊക്കെ പറഞ്ഞോളും, അത് കേൾക്കാൻ നിങ്ങൾക്കും താല്പര്യമുണ്ട്. അത് പറയുന്ന ആളാണെന്ന് ഇവിടെ വന്നപ്പോൾ അറിഞ്ഞു. കർത്താവിന് മഹത്വം. ഉപദേശം നന്നായിട്ട് ഇതിനകത്ത്. ആകയാൽ എൻ്റെ സഹോദരന്മാർ, നിങ്ങൾ കൂടി വരുമ്പോൾ ചില ലിസ്റ്റ് ഇട്ടേച്ച് അതിനകത്തുണ്ട്, ഉപദേശമുണ്ട്. ഉപദേശം നന്നായിട്ട് ഇതിനകത്തുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. മൂന്ന്, ആലയത്തിൽ രോഗശാന്തി നടക്കണം. കർത്താവ് തന്നെ ദൈവാലയത്തിൽ വെച്ചൊല്ലിയോ വരണ്ട കൈയുള്ളൊരുത്തനെ അവനെ വരണ്ട് വല്ലായിരിക്കുക. കർത്താവ് പറഞ്ഞ് കൈ നീട്ടടാന്ന്. നമ്മൾ അന്നേ പറയാം നീട്ടാൻ മേലാത്തതാ എൻ്റെ സൂക്കേട്. നമ്മൾ ഈ തറതല പറയുന്നവരാണല്ലോ. യേശു പറഞ്ഞ് കൈ നീട്ടണം, നമ്മളെ പറയാം നീട്ടാൻ മേലാത്ത എൻ്റെ സൂക്കേട്. പിന്നെ എങ്ങനെ നീട്ടുന്നു? യേശു പറഞ്ഞ് കൈ നീട്ടണമെന്ന് പറഞ്ഞ് നീട്ടി. അയ്യോ, പിന്നെ അവനെ ആട്ടം തുടങ്ങി. അതായത് ചെല്ല് നന്നായിട്ട് കൈ ആട്ട്. നമ്മൾ ചോദിക്കുക എന്നെ തങ്കച്ചാൻ ഇത്ര അത് പണ്ട് വരണ്ടിരുന്നു അതുകൊണ്ട് ആട്ടുന്നത്. മറ്റേ പുള്ളി ഇങ്ങനെ ചെറുതായിട്ട് ഓരോ ആട്ടി വെച്ച് പിന്നെ ഇങ്ങനെ അങ്ങിരിക്കത്തേ ഉള്ളൂ. യേശുവിന് വിടുതൽ പ്രാപിച്ചവൻ അടങ്ങിയിരിക്കത്തില്ല. കർത്താവിന്റെ സഭയ്ക്കും ലാഭിച്ചവൻ അടങ്ങിയിരിക്കാൻ ഒക്കത്തില്ല. ഒന്ന്, പ്രൈസ് ദി ലോർഡ്, ആലയത്തിൽ ആരാധന ഉയരണം. രണ്ട്, ആലയത്തിൽ ഉപദേശം നന്നായിട്ട് പറയണം. മൂന്ന്, ആലയത്തിൽ രോഗശാന്തി ശുശ്രൂഷ നടക്കണം. വരുന്നവർക്കെല്ലാം വിടുതൽ ഉണ്ടായിരിക്കണം. മാറാ രോഗികൾ ഇതിനകത്ത് വന്നാൽ സൗഖ്യമാകണം. അവൻ ഏത് രോഗികൾ വന്നാലും പ്രാർത്ഥിച്ചവർക്ക് ദൈവം വിടുതൽ കൊടുക്കും. അവൻ അത്ഭുതം കണ്ട ദൈവമാ, അഭിഷേകത്തിന്റെ ദൈവമാ. ഈ ആലയത്തിലും അതുകൊണ്ടുള്ള അത്ഭുത ശുശ്രൂഷകൾ ദൈവം ചെയ്യട്ടെന്ന് ഞാനും